ദിക്റുകളുണ്ട്. ഒരൊറ്റ ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ദിക്റാണ്. മഹാനാകുന്ന സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. മാനസികമായി ടെൻഷൻ അടിക്കുന്നവർ കേട്ടോ, ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലോ, അവരും ഈ ദിക്ർ കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരുണ്ടെങ്കിലും ഈ ദിക്ർ കേട്ടോ. ഇത് ശരിക്കും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ ഹദീസ് കണ്ടിട്ട് 8 മാസത്തോളമായി, 8 മാസമായി ഞാൻ ഈ ദിക്റിന്റെ ഫളായിലുകൾ കണ്ടിട്ട്. ഇത് വിശുദ്ധമായ മുസ്ലിമിൽ വന്ന ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാണ്. ആരാണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി തങ്ങള് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ജനാസ സ്വഹാബത്ത് ചുമലിലേറ്റി മദീനത്തെ പള്ളിയിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, സ്വഹാബ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിലൂടെ കൊണ്ടുപോകണേ സ്വഹാബ. ആയിഷ ബീവി പറയാൻ, ഒരൊറ്റ സ്വഹാബിമാര് മരണപ്പെടുമ്പോഴും ഇങ്ങനൊരു വാക്ക് പറയാറില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, കൊണ്ടുപോകുന്ന നേരത്ത് ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിലൂടെ കൊണ്ടുപോകണേ സ്വഹാബ. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, എന്തിനാണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ജനാസ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലൂടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞങ്ങൾക്കും സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാനാണ്, ഞങ്ങൾക്കും അവരുടെ മേൽ ജനാസ നിസ്കരിക്കാനാണ്. ഇത്രയും വല്ലാത്ത ഫضലുള്ള, വല്ലാത്ത ശ്രേഷ്ഠവാനായ ഒരു സൂഫിയായി കഴിഞ്ഞ സ്വഹാബി വരനാണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ. അവര് പറയുകയാണ്, ഒരു അഅറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഞാൻ വല്ലാതെ വിഷമിക്കുന്ന മനുഷ്യനാണ്. 3 കാര്യങ്ങളെ കൊണ്ടാണ് അയാൾ ബുദ്ധിമുട്ടാകുന്നത്. യാ റസൂലല്ലാഹ്, ഞാൻ ശാരീരികമായി വല്ലാതെ തകർന്നു പോയവനാണ്. രണ്ടാമത്തത്, ഞാൻ മാനസികമായിട്ട് വല്ലാതെ വിഷമിക്കുന്ന മനുഷ്യനാണ്. 3, ഞാൻ സാമ്പത്തികമായിട്ട് വല്ലാതെ വിഷമിക്കുന്ന ആളാണ്. അതുകൊണ്ട് യാ നബിയല്ലാഹ്, അല്ലിംനി കലാമൻ നഖൂൽ, എന്റെ വിഷമങ്ങളെല്ലാം തീരാൻ, എന്റെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതെയാവാൻ, എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും ഇല്ലാതെയാവാൻ, അല്ലിംനി കലാമൻ നഖൂൽ, എനിക്ക് എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലാൻ തരുമോ യാ റസൂലല്ലാഹ്. മറക്കരുതേ സഹോദരന്മാരെ, അല്ലിംനി കലാമൻ നഖൂൽ, എനിക്ക് എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലാൻ തരുമോ യാ റസൂലല്ലാഹ്. ആ സമയത്തിലാണ് പുണ്യ റസൂൽ ഒരു ദിക്ർ ചൊല്ലാൻ കൊടുക്കുന്നത്. പുണ്യ റസൂൽ ഒരു ദിക്ർ ചൊല്ലാൻ കൊടുക്കുന്നത് സുന്ദരമായ ദിക്ർ. ശരിക്കും ഈ ദിക്ർ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ അത് ചൊല്ലി തുടങ്ങണം. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലി തുടങ്ങണം. ചൊല്ലി തുടങ്ങിയിട്ട് ഈ 3 വിഷയത്തിനും നിങ്ങൾക്കൊരു റാഹത്ത് വന്നിട്ടില്ല എങ്കിൽ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നിങ്ങൾക്കൊരു റാഹത്ത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പറയേണ്ടി എന്താ അറിയോ? ഇൻഷാ അല്ലാഹ്, ഇനി എവിടെങ്കിലും ഞാൻ കർണാടകയുടെ അവസാനത്തെ, ഈ റമദാന്റെ മുമ്പുള്ള അവസാനത്തെ പരിപാടിയാണ് ഇവിടെ. ഇനി റമദാന് ശേഷമാണ്. ഇനി അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ ഞാൻ കർണാടകയിൽ എവിടെങ്കിലും വരുന്നു എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടെന്നറിയോ? നിങ്ങൾ അവിടെ വരിക. എന്നിട്ട് വന്നിട്ട് പറയാ, മുസ്ലിയാരെ, നിങ്ങൾ അന്ന് വഅദ് പറഞ്ഞപ്പോ ഒരു ദിക്ർ പറഞ്ഞു തന്നിട്ടില്ലേ? ആ ദിക്ർ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ചൊല്ലിയിട്ടുണ്ട്. അതെ, എന്നിട്ട് എനിക്ക് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല, എനിക്കൊരു റാഹത്തും വന്നിട്ടില്ല എന്ന് പറയാന്നെങ്കിൽ ഇന്നത്തെ സെറ്റിംഗ്സിന്റെ വാടക വലീദ്ദീൻ ഫൈസി അന്ന് തരും. തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സിന്റെ വാടക നിങ്ങൾക്ക് തരും. അത്രക്ക് ഫളലുള്ള ദിക്റാണ്.
നിങ്ങൾ ചൊല്ലി നോക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രഖാമയും പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാ. ഇതൊരു അപാരമായ ദിക്റാണ്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? എല്ലാവരും മൊബൈൽ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഇനി അവിടെ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു നമ്മൾ കൂട്ടരുത്. കാരണം അത് ഹദീസിൽ വന്ന ദിക്റാണ്. ഹദീസിൽ വന്ന ദിക്ർ അങ്ങനെ തന്നെ ചൊല്ലുമ്പോഴാണ് ഫളൽ ലഭിക്കുന്നത്. അഅറാബിയായ മനുഷ്യൻ ഹബീബിന്റെ അരികിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദിക്ർ ചൊല്ലാൻ കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കതീറാ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. മൂല്യാരങ്ങളോട് തെറ്റിയോ? എന്നോട് തെറ്റിയിട്ടില്ല. ഞാൻ ശരിക്ക് പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറാ. ചൊല്ലു അല്ലാഹു അക്ബർ കബീറാ. ഉറക്കെ അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കതീറാ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന ബുക്രതൻ വഅസീല എന്നല്ലേ? അത് വേറെ ദിക്ർ അങ്ങനെയുണ്ട്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹത്തിന് ഇങ്ങനെയാണ് വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയിൽ അലീം എന്ന ദിക്ർ വേറെയുണ്ട്. ഒരുപാട് ഫളായിലുകളുള്ള ദിക്റാണ്. ഒരുപാട് സ്ഥാനവും മഹത്വവും ഉള്ള ദിക്റാണ്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. അല്ലാഹു ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. വർക്കാമി പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു വശം ഒരാളെ മുമ്പിലും പോയി നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. ഈ ദിക്റാണ് അല്ലാഹുവിന്റെ റസൂൽ അഅറാബിയായ മനുഷ്യന് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ഈ ദിക്ർ ചൊല്ലാൻ ചില സമയങ്ങളും മഹാന്മാര് പറയുന്നുണ്ട്. ഈ ദിക്ർ ചൊല്ലാൻ ഒരു പ്രധാനപ്പെട്ട സമയമുണ്ട്. ഏതാണ് ആ സമയമെന്നറിയോ? സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ്. പൊന്നാരസ്ഥാനെ ദിക്ർ നന്നായി, പക്ഷെ ആ സമയം ഒന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. സുബ്ഹ് നിസ്കരിക്കാത്തവൻ ഒരു ബർക്കത്തും ഉണ്ടാകുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ സല്ല സുബ്ഹ, ആരെങ്കിലും ഒരാൾ ഒരു ദിവസത്തിൽ സുബ്ഹ് നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കാവലിലാണ്. അവന്റെ കൃഷിയെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. അവന്റെ വാഹനത്തിനെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. അവന്റെ കച്ചവടത്തിന് അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. അവന്റെ ഭാര്യയെ അവന്റെ സന്താനങ്ങളെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. നേരെ മറിച്ച് സുബഹി സമയത്തിൽ എഴുന്നേൽക്കാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, പള്ളി മിനാരങ്ങളിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, അതൊരു വല്ലാത്ത സമയമാണ്. റസൂലല്ലാഹ്